നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. US മാർക്കറ്റിൽ നിന്ന് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റ്, എസ്പെഷ്യലി ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റ് വലിയ തോതിൽ ജാഗ്രത പുലർത്താറുണ്ട്. പല ആളുകളും ചോദിക്കാറുണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് എന്തിനാണ് ഇത്ര വലിയ ജാഗ്രത പുലർത്തുന്നതിൻ്റെ ആവശ്യകത? 300-ലധികം പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന്. അതാണ് ജാഗ്രത പുലർത്താനായിട്ട് പൊതുവെ ആളുകൾ പറയുന്നത്. ഇന്നലെ US മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടായിട്ട് കൂടിയും 4 പ്രാവശ്യം ഉണ്ടാകുമായിരുന്ന റേറ്റ് കട്ട് 2 പ്രാവശ്യത്തിലേക്ക് ചുരുക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ഡോ 1000 പോയിൻറ്റിൻ്റെയും അല്ലെങ്കിൽ നാസ്ഡാക്ക് ഏകദേശം 3.5% അതിശക്തമായിട്ടുള്ളൊരു ഇടിവ് കണ്ടത്. 25 ബേസ് പോയിൻ്റ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഈ തവണ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് സീവിയർ ആയിട്ടുള്ളൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് അനങ്ങാൻ വയ്യാതെ ഇന്ത്യൻ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത് മൂവ് ചെയ്ത ഒരു അവസ്ഥയാണ് കണ്ടത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് കാണാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം വലിയൊരു ഗ്യാപ് ഡൗൺ 332 പോയിൻറ്റ്. പിന്നീട് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ സെൻസെക്സിൻ്റെയൊക്കെ ഒരു റിക്കവറി എക്സ്പെക്റ്റ് ചെയ്ത ആളുകൾ നിരാശപ്പെടേണ്ടി വന്നു. കാരണം നിഫ്റ്റി ഇന്ന് കൺസോൾഡേറ്റ് ചെയ്ത് 24,000 താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ഡോക്ടർ റെഡ്ഡി, സിപ്ല, BPCL, സൺഫാർമ, അപ്പോളോ ഹോസ്പിറ്റൽ ചെറിയ തോതിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചപ്പോൾ ഇവിടെ ബജാജ് ഫിൻസർവ്, ഏഷ്യൻ പെയിൻറ്റ്, JSW സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, ഗ്രാസിം തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 2.5% വരെയുള്ള വലിയ തോതിലുള്ളൊരു ഇടിവുണ്ടായി. ഫിനാൻഷ്യൽ സെക്ടർ ഇടിവ് രേഖപ്പെടുത്തി. സെൻസെക്സ് 1000 പോയിൻറ്റിൻ്റെ ഇടിവ്. ബാങ്ക് നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയും 1%-ലേറെ ശക്തമായിട്ടുള്ളൊരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്, അതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ജാനുവരി 8-9 തീയതികളിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഈ 2 ദിവസം തുടർച്ചയായിട്ട് ഹോട്ടൽ റൂമിൽ സ്റ്റേ ചെയ്ത് കൂടാതെ തന്നെ ലൈവ് ട്രേഡിങ്ങും മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റുള്ള ഈവൻറ്റും എല്ലാം തന്നെ നടത്തുന്ന കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഈവൻറ്റ് നടക്കുകയാണ് ജാനുവരി 8-9 തീയതികളിൽ. എറണാകുളം ഗോകുലം പാർക്കിൽ വെച്ച് മണി കൺട്രോളും കൂടാതെ തന്നെ ബ്രാൻഡ് സ്റ്റോറീസും സംയുക്തമായിട്ട് നടത്തപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ ഒരു ഈവൻ്റാണിത്. പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം തുടർച്ചയാണ്. നമുക്കവിടെ താമസിച്ച് നമുക്ക് ഡിന്നറെല്ലാം തന്നെ കഴിച്ച് മറ്റുള്ള ഈവൻറ്റിലും കാര്യങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കാം. അപ്പോൾ 3 തരത്തിലുള്ള ടിക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഒന്ന് സിൽവറാണ് 6,000, 2 ദിവസത്തെ എൻട്രി, ലഞ്ച് ഉൾപ്പെടെ, സ്റ്റേ ഇല്ല. പിന്നീട് ഗോൾഡൻ ആണ്, ഷെയർഡ് റൂം 9,000 ആണ്, ഷെയർഡ് റൂമും 2 ദിവസത്തെ എൻട്രിയും ലഞ്ച് ഉൾപ്പെടെ. കൂടാതെ തന്നെ VIP എൻട്രി 12,000 ആണ്, സിംഗിൾ ഷെയർഡ് റൂം, ഡിന്നറും ലഞ്ച് ഉൾപ്പെടെ 2 ദിവസം എൻട്രി. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ബൈ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനും അവിടെ സ്പീക്കറായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് നേരിട്ട് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1,02,281, $1,900 ഒരു ഇടിവ്. ബ്രന്റ് ഓയിൽ 73. ഗോൾഡ് അതിശക്തമായി ഉയർന്ന് $35 ഉയർന്ന് $2,621 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് 2% സ്പൈക്ക് ചെയ്തു. US വിക്സ് ഇന്നലെ അവിടെ 40% സ്പൈക്ക് രേഖപ്പെടുത്തിയിരുന്നു. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഇടിവിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും അതിശക്തമായ ഇടിവിലാണ്. 1%-ലേറെ ഇടിവിലാണ് ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇടിവിലാണ്. ഇത് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. നമ്മുടെ മാർക്കറ്റിൽ പ്രധാനമായിട്ട് ഏഷ്യൻ പെയിൻറ്റ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ് എല്ലാം തന്നെ റിസൈൻ ചെയ്തതുകൊണ്ട് വലിയൊരു ഇടിവുണ്ടായി. പിന്നെ സ്റ്റോഫ് ക്രാഫ്റ്റ് കമ്പനിയും ഐക്യയും തമ്മിൽ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സപ്ലൈ ചെയിൻ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഐക്യ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കറിയാം, അവിടുത്തെ ഏറ്റവും വലിയ ഫർണിച്ചർ നിർമ്മാതാക്കളാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഐക്യയ്ക്ക് ഷോറൂംസ് ഉണ്ട്. അപ്പോൾ സ്റ്റോഫ് ക്രാഫ്റ്റായിട്ട് ഒരു പുതിയ സപ്ലൈ ചെയിൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഷുഗർ സ്റ്റോക്കുകൾ ലൈംലൈറ്റിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുമെന്നും കൂടാതെ മിനിമം സപ്പോർട്ട് പ്രൈസ് നിലനിർത്തുമെന്നും ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നിതിൻ ഗഡ്കരി പറഞ്ഞു. അത് ഷുഗർ സ്റ്റോക്കുകൾ ലൈംലൈറ്റിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ടാറ്റ കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, എസ്പെഷ്യലി ടാറ്റ കൺസ്യൂമർ കമ്പനി, സ്റ്റാർബക്സും ടാറ്റ കൺസ്യൂമറും ജോയിൻ വെഞ്ചറായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് 50-50. അപ്പോൾ ഇതിൽ നിന്ന് സ്റ്റാർബക്സ് ഇന്ത്യ വിട്ടു പോകുമെന്നുള്ള ഒരു അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പാടെ ഡിസ്മിസ് ചെയ്തു. അങ്ങനെയുള്ള വാർത്തകളൊന്നും ഇല്ല എന്നുള്ളത് ടാറ്റ കൺസ്യൂമർ കമ്പനീസിന് അതൊരു ലൈംലൈറ്റിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി മസ്ത കമ്പനി 98 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതുകൊണ്ട് ഒരു 5%-ൻ്റെ ഒരു റാലി നമ്മൾ കണ്ടു. ഇനി നമുക്ക് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ് നാളെ. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ സെൻസെക്സ് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു.
ഒരു 600 പോയിൻറ്റിൻ്റെയൊക്കെ ഒരു സ്പൈക്ക് രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിൽ PCR അൾട്രാ ബീറിഷ് അല്ല, 0.7 ആണ്. അപ്പോൾ അറ്റ് ദ മണി 79,200 ആണ്. 79,000 മേജർ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. വലിയൊരു ലോങ് ഗ്രീൻ ബാർ കാണാം. എന്നാൽ കോൾ സൈഡിലും വളരെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്നങ്ങ് മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയില്ല എന്നുള്ള പെർസ്പെക്റ്റീവിൽ 80,000 ഒക്കെ ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് ന്യൂസിലേക്ക് ഇന്ന് നമ്മൾ പോകുന്നില്ല. കാരണം വലിയൊരു ഇടിവാണ്. നാളെ രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഈ ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആളുകൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ദിവസം മാർക്കറ്റ് സമയം വലിയ ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഒരു ട്രേഡർ ഒരു 900 ക്വാണ്ടിറ്റി ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് 9:15 ഓപ്പൺ ആവണ സമയത്ത്, വലിയ ഗ്യാപ്പ് ഡൗൺ ആണ് ഇന്നത്തെ പോലത്തെ മാർക്കറ്റ്, ആ ഒറ്റ സൈപ്പാണ്, ഒറ്റ ക്വാണ്ടിറ്റി 900 ആണ് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് ചില ദിവസം ഇന്നലെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്ത പോലെ ചില സമയങ്ങളിൽ നിഫ്റ്റി ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റി ഗ്രീനിൽ ക്ലോസ് ചെയ്യാറുണ്ട്. അതായത് വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു പിന്നീട് ഒരു പുൾ ബാക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുൾ ബാക്ക് കണ്ട ദിവസമാണ് അന്നുണ്ടായിരുന്നത്. അതായത് ഒരു 2 മിനിറ്റ് കൊണ്ട് ഏകദേശം 1,00,000 രൂപയുടെ അടുത്ത് പുള്ളി ലോസ് ബുക്ക് ചെയ്ത് പോയി 2 മിനിറ്റ് കൊണ്ട്. എന്താ സംഭവിച്ചത്? മാർക്കറ്റ് വലിയ രീതിയിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും പുട്ട് ബൈ ചെയ്തു. മാർക്കറ്റ് പെട്ടെന്നൊന്ന് സ്പൈക്ക് ചെയ്തു. ചില ദിവസങ്ങൾ അങ്ങനത്തെ മാർക്കറ്റ് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ആളുകൾ എന്തുമാത്രം ബ്ലൈൻഡ്ലി ആണ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു തെളിവ് ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മാർക്കറ്റിൽ സമീപിക്കുമ്പോഴാണ് പ്രശ്നം. ഓൾറെഡി തന്നെ വലിയ തോതിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാതെ അന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ മാത്രം ഒരു ഷോർട്ട് എൻട്രി. വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം പുൾ ബാക്ക് സാധ്യതകളായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത് ഫർദർ സെൽ ഓഫിനേക്കായും. പക്ഷേ ഫർദർ സെൽ ഓഫ് ഉണ്ടാകില്ല എന്നല്ല, ഫർദർ സെൽ ഓഫ് ഉണ്ടാകുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കണം? അന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും ക്യാൻഡിൽ താഴേക്ക് പോകുകയാണെങ്കിൽ സെൽ ഓഫ്. പക്ഷെ അതിന് പോലും വെയിറ്റ് ചെയ്യാതെയാണ് 9:15 എത്തുമ്പോൾ വളരെ എളുപ്പമാണല്ലോ മൊബൈലിൽ ഒരു സിംഗിൾ സ്വൈപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മിനിറ്റ് എടുത്തില്ല 1,00,000 ലോസ് ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോഴാണ് മാർക്കറ്റിൽ നിന്ന് പല ആളുകൾ പറയും പോലെ തന്നെ ചുറ്റി വിളിച്ച കാശ്, മറ്റേ കാശൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് ന്യൂസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.